എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ സാഞ്ചി ആണെങ്കിൽ ആ മർമേഡ് പെണ്ണ് പോയ കാര്യം അറിഞ്ഞ് ടെൻഷനായിട്ടിരിക്കുകയാണ്. സാഞ്ചി ആണെങ്കിൽ മറ്റൊന്നും നോക്കില്ല. ആ ഫ്ലൈയിങ് ഫിഷ് റൈഡേഴ്സ് അവരെയും ഡുവലിനെയും അവിടേക്ക് വിളിക്കും. അവൻ നിലവിളിച്ചു പറയും, മാസ്റ്റർ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്, ഈ സ്റ്റൈൽ മന്നനും എന്റെ ടീംസും. സാഞ്ചിക്കാണെങ്കിൽ കൺട്രോൾ പോവും. യു ഗായ്സ് ആർ അൺബിലീവബിൾ. നിങ്ങൾ ഇത്തരക്കാരാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നിങ്ങളൊന്നും അല്ലെങ്കിലും ഒരു കിഡ്നാപ്പേഴ്സ് അല്ലേ, ഒരല്പമെങ്കിലും പഞ്ച്വാലിറ്റി നിങ്ങൾക്ക് കാണിച്ചുകൂടെ? അതിന് ഡുവല് പറയും, കിഡ്നാപ്പിംഗ് ഒക്കെ ഞങ്ങളിപ്പോ നിർത്തി, ഞങ്ങളിപ്പോ ഈ അയർലാൻഡിലെ തന്നെ സ്റ്റൈൽ ടീമാണെന്നൊക്കെ പറഞ്ഞ് അവൻ സാഞ്ചിയെ നോക്കി കണ്ണടച്ച് കാണിക്കും. അതിനുശേഷം അവൻ 2 പെൺകുട്ടികളെ വളച്ചെടുക്കാൻ നോക്കിയ സ്റ്റോറിയൊക്കെ സാഞ്ചിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അവന്റെ മുഖവും ആക്ഷനും കാണുമ്പോൾ തന്നെ പെണ്ണുങ്ങളാണെങ്കിൽ പേടിച്ചോടും. പക്ഷെ അവൻ കരുതുക അവനെ കണ്ട് നാണിച്ചിട്ടാവും അവരോടിപ്പോയതെന്ന്. കട്ട് ചെയ്താ ഇപ്പൊ സാഞ്ചി പറയും, നമ്മുടെ മർമേഡ് പെണ്ണ് അവളെ കാണാനില്ല, ഏതോ ചില കിഡ്നാപ്പേഴ്സ് അവളെ തട്ടിക്കൊണ്ടു പോയതാണ്. നിങ്ങളും കിഡ്നാപ്പിംഗ് ടീമല്ലേ? സോ ഒരു കിഡ്നാപ്പിംഗ് ടീമിന് മാത്രമേ മറ്റൊരു കിഡ്നാപ്പിംഗ് ടീമിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ അറിയാൻ കഴിയൂ. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടേക്ക് വിളിച്ചത്. എങ്ങനെയെങ്കിലും നമുക്ക് എല്ലാവർക്കും ചേർന്ന് അവളെ രക്ഷിക്കണം. ഡുവല് പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളുണ്ട്, നമുക്ക് സിമ്പിളായിട്ട് അവളെ കണ്ടെത്താം. ഒരു കിഡ്നാപ്പേഴ്സ് ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവരെ വിൽക്കാൻ ശ്രമിക്കും. അതിനവര് പോവാ ഡീലേഴ്സിന്റെ അടുത്തായിരിക്കും. എനിക്ക് ഈ ഐലാൻഡിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാം, ഒരുപാട് ഡീലേഴ്സിനെയും കിഡ്നാപ്പേഴ്സിനെയും എനിക്ക് പരിചയമുണ്ട്. ഒന്നും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, നമുക്ക് ഈസി ആയിട്ട് അവളെ കണ്ടെത്താം. അതിനു മുൻപ് നമുക്ക് ലൂഫിയൻ ടീമിനെ അവരെ കൂടെ പിക്കപ്പ് ചെയ്യണമെന്ന് പറയും. അത് കേൾക്കേണ്ട താമസം സാഞ്ചി, ഫ്രാങ്കി അങ്ങനെ എല്ലാവരും ഇപ്പോ ആ വണ്ടിയിൽ കയറിയിരിക്കും. അടുത്ത സെക്കൻഡ് ഡൈവ് ചെയ്ത് അവരങ്ങനെ ഫ്ലൈ ചെയ്ത് പോവാണ്. കട്ട് ചെയ്താ നമ്മുടെ കുഞ്ഞൻ ചോപ്പർ, അവനാണെങ്കിൽ കാര്യമായിട്ട് എന്തൊക്കെയോ ചിന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അവന്റെ ചിന്ത അത് മറ്റൊന്നുമല്ല, ആക്ച്വലി മർമേഡ് പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയ കാര്യം അത് സാഞ്ചിയോട് പറഞ്ഞപ്പോ അവൻ ചോപ്പറിനോട് പറഞ്ഞത് എല്ലാവരോടും അവിടെ തന്നെ വെയിറ്റ് ചെയ്യാനാണ്. അവരവിടേക്ക് വന്ന് ഒരുമിച്ച് അവളെ അന്വേഷിക്കാൻ പോകാം എന്നായിരുന്നു സാഞ്ചിയുടെ തീരുമാനം. പക്ഷെ ചോപ്പർ ആണെങ്കിൽ ആ കാര്യം പറയാനായി തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ലൂഫിയും ആ സ്റ്റാർഫിഷും അവർ രണ്ടുപേരും ഓൾറെഡി അവളെ അന്വേഷിച്ച് പോയി കഴിഞ്ഞു. ഇവിടെ ബ്രൂക്ക് ആണെങ്കിൽ ചായയൊക്കെ കുടിച്ച് ക്യാഷ്വലായിട്ടിരിക്കും. ഉടനെ ചോപ്പർ, നമ്മളിപ്പോ എന്താ ചെയ്യാ, നമ്മുടെ മുൻപിൽ മറ്റെന്തെങ്കിലും വഴിയുണ്ടോ ചോദിക്കും. അതിന് ബ്രൂക്ക് പറയും, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, ഈ കട്ടൻ ചായയിൽ ഒരു ബിസ്ക്കറ്റ് മുക്കി തിന്ന. അത് കേട്ട് ചോപ്പർ അവൻ ഫുൾ കലിപ്പില് അവൻ അച്ചറം പൊച്ചറം ചീത്ത വിളിക്കും. ബ്രൂക്ക് അപ്പോഴും സിമ്പിളായിട്ട് പറയും, നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ചിട്ട് യാതൊരു കാര്യമില്ല, നമ്മുടെ ടീംമേറ്റ്സ് അവരിവിടേക്ക് വരട്ടെ, അതിനുശേഷം എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാം. അതുവരെ സിമ്പിളായിട്ട് ഇരുന്ന് അവളെ കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും ഐഡിയ അത് നമുക്ക് ആലോചിച്ചൂടെ, വെറുതെ ടെൻഷൻ അടിച്ച് സമയം കളയണോ? അത് കേൾക്കുമ്പോൾ ചോപ്പറിനും അത് കറക്റ്റാണെന്ന് തോന്നും. ഉടനെ രണ്ടുപേരും ചായയും പഞ്ഞിമുട്ടായൊക്കെ തിന്ന് അങ്ങനെ ഹായായിട്ടിരിക്കും. കറക്റ്റ് ടൈം നമ്മുടെ ആൾക്കാർ അവിടേക്ക് പറന്നു വരും. ഒസോപ്പിനാണെങ്കിൽ നമ്മുടെ ആൾക്കാർ ക്യാഷ്വലായിട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരുപാട് ദേഷ്യം വരും. അവൻ ഓടി വന്ന് അവരുടെ രണ്ടുപേരുടെയും തലയ്ക്ക് അച്ചറം പൊച്ചറ അടിക്കും. അതിനുശേഷം അവരെ വണ്ടിയിൽ പിടിച്ചു കയറ്റി വീണ്ടും അവർ യാത്ര തുടരുകയാണ്. ഡുവലാണെങ്കിൽ ഇപ്പൊ അവന്റെ ടീമിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും, എത്രയും പെട്ടെന്ന് ലൂഫിയൻ ടീമിനെ അവരെ കണ്ടെത്തണം. അതുപോലെ തന്നെ ഇവിടെ എവിടെയൊക്കെ കിഡ്നാപ്പിംഗ് ടീംസ് ഉണ്ട് അവരുടെ ഡീറ്റെയിൽസും നമുക്ക് കിട്ടണം. സാഞ്ചിക്കാണെങ്കിൽ അവന്റെ ടെൻഷൻ കൂടിക്കൂടി വരികയാണ്. അവൻ വീണ്ടും വീണ്ടും ഡുവലിനോട് പറയും, പ്ലീസ് ദയവ് ചെയ്ത് നീ നിന്റെ വണ്ടിയുടെ സ്പീഡ് അതുമാത്രം ഒരല്പം കൂട്ട്. ഡുവലാണെങ്കിൽ എത്ര കഷ്ടപ്പെട്ടിട്ടും അതിന്റെ സ്പീഡ് അത് ഒരു പരിധിയിൽ കൂടുതൽ ഉയരില്ല. കട്ട് ചെയ്ത സോറോ ആണെങ്കിൽ ആ പരുക്ക് പറ്റിയ ആളെയും തൂക്കിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ തന്നെ ഡോക്ടർ ചെക്ക് ചെയ്യുക അവന്റെ കോളർ ആയിരിക്കും. ആക്ച്വലി കോളറുള്ള അടിമകൾക്ക് വില വളരെ കൂടുതലാണ്. ഡോക്ടർ ആണെങ്കിൽ അതായിരിക്കും ഇപ്പൊ ചെക്ക് ചെയ്യുക. ഉടനെ സോറോ അവനാണെങ്കിൽ ആ ഡോക്ടറിനെ ഭീഷണിപ്പെടുത്തി അവന് ട്രീറ്റ്മെന്റ് കൊടുപ്പിക്കും. അതിനുശേഷം 22-ാം നമ്പർ ട്രെയിലേക്ക് വരികയാണ്. അവിടെ ഒരു സ്ഥലത്ത് മനുഷ്യരെ അടിമകളാക്കി വിൽക്കുന്ന ഒരു ചന്തയുണ്ട്. അവിടേക്കിപ്പോ നമ്മുടെ ലൂഫിയും സ്റ്റാർഫിഷും അവർ രണ്ടുപേരും കടന്നു വരികയാണ്. ലൂഫിക്കാണെങ്കിൽ അടിമ കച്ചവടക്കാരെ തീരെ ഇഷ്ടമല്ല. അവൻ ആ കച്ചവടക്കാരന്റെ കോളർ പിടിച്ച് വലിച്ച് ഒരു മർമേഡിനെ ഇവിടെ സെയിൽ ചെയ്യാൻ കൊണ്ടുവന്നോ എന്ന് ചോദിക്കും. അതിനാള് പറയും, അയ്യോ ഇല്ല, ഇവിടേക്കാരും മർമേഡിനെ ഒന്നും കൊണ്ടുവന്നില്ല. ലൂഫി ആണെങ്കിൽ ആ കട മുഴുവൻ കയറി ഇറങ്ങി പരിശോധിക്കും. അവിടെയാണെങ്കിൽ അവളുടെ ഒരു പൊടി പോലും ഉണ്ടാവില്ല. ഉടനെ ഇവരുടെ ഒച്ചവെക്കലും ശബ്ദമൊക്കെ കേട്ട് അവിടെ കൂടി നിന്ന ജനങ്ങള് അവരാണെങ്കിൽ ലൂഫിയെ ശ്രദ്ധിക്കാൻ തുടങ്ങും. അപ്പൊ സ്റ്റാർഫിഷ് ആണെങ്കിൽ നിലവിളിച്ച് കരയാൻ തുടങ്ങും. ആക്ച്വലി ഞാൻ കാരണമാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്.
ആക്ച്വലി ഞങ്ങളെപ്പോലുള്ള ആൾക്കാരൊന്നും ഇവിടേക്ക് വരാൻ പാടില്ല. ഞങ്ങൾ ഇവിടേക്ക് വന്നാൽ ഉറപ്പായിട്ടും എന്തെങ്കിലും സംഭവിക്കും. ഞാൻ കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കായിരുന്നെങ്കിൽ അവൾക്കൊരിക്കലും ഇങ്ങനെ ഒരു ദുരവസ്ഥ വരില്ലായിരുന്നു. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് നാമിയും റോബിനും അവർ രണ്ടുപേരും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് കാര്യമായിട്ട് എന്തൊക്കെയോ ഡിസ്കസ് ചെയ്ത് അങ്ങനെ വണ്ടിയിൽ വരാണ്. അപ്പൊ കറക്റ്റ് ടൈം ഫ്രാങ്കി അവനിപ്പോ പറന്ന് അവരുടെ അടുത്തേക്ക് വരും. അവൻ നിലവിളിച്ചു പറയും, റോബിൻ, നാമി, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മർമെയ്ഡ് പെണ്ണിനെ ആരൊക്കെയോ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി അവളെ കണ്ടുപിടിക്കണം. കട്ട് ചെയ്ത ഇവിടെ ലൂഫി ആണെങ്കിൽ സ്റ്റാർ ഫിഷിനെ വഴക്കു പറയും, നീ കാരണമല്ല ഒന്നും സംഭവിച്ചത്. ഇനി ഇങ്ങനെ മണ്ടനെ പോലെ കരയാൻ പാടില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിക്കണം. അതിനുള്ള എന്തെങ്കിലും വഴി നീ കണ്ടെത്തണമെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ആൾക്കാര് ആ ഫ്ലൈങ് ഫിഷില് അവിടേക്ക് പറന്നിറങ്ങും. അങ്ങനെ ഒരു വിധത്തില് എല്ലാവരും ഒത്തുകഴിഞ്ഞു. ഇനി ഒരേ ഒരാള് സോറോ. അവനെ കൂടെ കണ്ടെത്തി കഴിയുകയാണെങ്കിൽ നമ്മുടെ ടീം കംപ്ലീറ്റ് ആവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ട്രെയിൻ നമ്പർ 1 കാണിക്കും. അവിടെയാണ് ഒരുപാട് ചീഫ് ഒഫീഷ്യൽസ്, റിച്ച് പീപ്പിൾസ്, അങ്ങനെ ഒത്തിരി പേര് വരിക. കാരണം അടിമ കച്ചവടം നടക്കുന്ന മെയിൻ സ്ഥലം അത് അവിടെയാണ്. ആ വില്ലൻ അവൻ നമ്മുടെ മർമെയ്ഡ് പെണ്ണിനെ തട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് അവിടേക്കാണ്. അവനിപ്പോ ഒരു വലിയ കടയിലേക്ക് വന്ന് ആ മർമെയ്ഡ് പെണ്ണിനെ കടക്കാരനെ ഏൽപ്പിക്കുകയാണ്. കടക്കാരനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ മർമെയ്ഡിനെ കണ്ട് ഷോക്കാവും. കാരണം മർമെയ്ഡുകൾക്ക് നല്ല ഡിമാൻഡാണ്. വാവ്, അടിപൊളി, നിനക്ക് ഇവളെ എവിടുന്ന് കിട്ടി? അവൻ ക്യാഷ്വലായിട്ട് പറയും, കുറച്ച് പണിപ്പെട്ടു, എങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഇവളെ കിട്ടി. നിങ്ങൾ എനിക്ക് ഇവളെ ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസിൽ വിറ്റ് തരണം. അതിന് കടക്കാരൻ പറയും, ഒരു കുഴപ്പമില്ല, മർമെയ്ഡുകൾക്ക് ഭയങ്കര ഡിമാൻഡാണ്. പ്രത്യേകിച്ച് ഇവളെപ്പോലുള്ള ചുന്ദരി മർമെയ്ഡുകളെ പുട്ടുപോലെ വിൽക്കാൻ പറ്റും. ആൾക്കാര് ഇവളെ വാങ്ങാൻ ക്യൂ നിൽക്കും. ഇവളാണ് ഇന്നത്തെ സെന്റർ ഓഫ് അട്രാക്ഷൻ. അല്പസമയം കഴിഞ്ഞ് നീ തിരികെ വാ, നിനക്ക് കൈ നിറയെ പണം ഞാൻ തരാന്ന് പറഞ്ഞ് കടക്കാരൻ ഇപ്പൊ അവനെ പുറത്തേക്ക് പറഞ്ഞയക്കും. കട്ട് ചെയ്ത അല്പസമയം കഴിയുമ്പോ ഗവൺമെന്റ് സെലസ്റ്റിയൽസ് അവർ രണ്ടുപേര് അവിടേക്ക് വരും. ഒരച്ഛനും മകനും. അവരെ കാണേണ്ട താമസം എല്ലാവരും തലകുനിച്ച് അവരെ അവിടേക്ക് ക്ഷണിക്കുകയാണ്. ആ കടക്കാരനാണെങ്കിൽ ഇപ്പൊ അവർക്ക് രണ്ടുപേർക്കും ചീഫ് സീറ്റൊക്കെ കൊടുത്ത് അവിടെ ഇരുത്താണ്. ആക്ച്വലി ഇവരുടെ സഹോദരനാണ് മുൻപ് സോറയായിട്ട് ഫൈറ്റ് ചെയ്ത ആ ഒരു സെലസ്റ്റിയൽ. ഉടനെ അവിടെ ഉണ്ടായിരുന്ന പൈററ്റ്സ് അവരെല്ലാവരും ആ സെലസ്റ്റിയൽ ഗാർഡിയൻസിനെ തന്നെ നോക്കി നിൽക്കും. ആക്ച്വലി ഇവർ നമ്മളെ കഴിഞ്ഞും വളരെ ബാഡാണ്. ഇത്രയും ബാഡായിട്ടുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. ഇവര് തന്നെ ഓരോ നിയമം ഇറക്കും, എന്നിട്ട് ഇവര് തന്നെ അത് ബ്രേക്ക് ചെയ്യും. ഇവരെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെപ്പോലുള്ള പൈററ്റ്സ് അവരെത്രയോ ഭേദമാണ്. അതിനുശേഷം അവർ ചുറ്റും നോക്കും. അപ്പോൾ ഒരു മഞ്ഞ ടീഷർട്ടൊക്കെ ഇട്ട് 200 മില്യൺ ബറീസ് ബൗണ്ടിയുള്ള മറ്റൊരു പൈററ്റിനെ കാണിക്കും. ഇവനെക്കുറിച്ച് ഒരുപാട് ബാഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള പൈററ്റ്സ് കേട്ടിട്ടുണ്ട്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ക്യാമിയെ കിട്ടിയ ആ ഒരു കടക്കാരൻ അവനാണെങ്കിൽ അവന്റെ ബോസിന്റെ അടുത്തേക്ക് വന്ന്, നമുക്കിന്ന് സുന്ദരിയായിട്ടുള്ള ഒരു അടിപൊളി മർമെയ്ഡിനെ കിട്ടിയിട്ടുണ്ട്. അത് കേട്ട് അവന്റെ ബോസും ഒത്തിരി ഹാപ്പി ആവും. ഇവിടെ ആ മർമെയ്ഡ് പെണ്ണിനെ ആണെങ്കിൽ അവർ പിടിച്ചു വലിച്ച് ഒരു സെല്ലിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ മുഴുവൻ ഒരുപാട് സെല്ലുകളിലായിട്ട് ഒരുപാട് അടിമകളെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മർമെയ്ഡ് പെണ്ണാണെങ്കിൽ നിലവിളിക്കും, എന്നെ വിട്, എനിക്ക് പോണെന്നൊക്കെ പറഞ്ഞ് അവൾ കുതറി ഓടാൻ ശ്രമിക്കും. പക്ഷെ അവരാണെങ്കിൽ അവൾ ടൈറ്റ് ആയിട്ട് പിടിച്ചു വലിച്ച് അങ്ങനെ അവിടേക്ക് കൊണ്ടുപോവാണ്. ഉടനെ വേറൊരുത്തൻ ഇപ്പൊ അവളുടെ കഴുത്തിൽ കോളറിടാൻ അവളുടെ അടുത്തേക്ക് വരികയാണ്. അത് കാണുമ്പോൾ തന്നെ അവൾക്ക് അവർ മുൻപ് കണ്ട ആ ഒരു പൈററ്റിന്റെ സ്റ്റോറി അത് ഓർമ്മ വരും. അവൾ നിലവിളിച്ച് കരയും, പ്ലീസ്, ദയവ് ചെയ്ത് അതിന്റെ കഴുത്തിൽ ഇടരുത്, അച്ചി, എന്നെ രക്ഷിക്കുന്നൊക്കെ പറഞ്ഞ് അവളിപ്പോ ആ കോളർ പിടിച്ച് പുറകിലേക്ക് തള്ളുകയാണ്. ഉടനെ ആ ബോസ് വന്ന് അവളെ പിടിച്ച് വലിച്ച് അട്ടിച്ച് താഴെയിടും. അപ്പൊ അവന്റെ സബോർഡിനേറ്റ്സ്, ബോസ് പ്ലീസ്, ദയവ് ചെയ്ത് അവളെ ഉപദ്രവിക്കരുത്, എന്തെങ്കിലും അവൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അവളുടെ ഡിമാൻഡ് അത് കംപ്ലീറ്റ് നഷ്ടപ്പെടും. മർമെയ്ഡ് പെണ്ണ് ദേഷ്യപ്പെട്ട് പറയും, എന്റെ ടീംമേറ്റ്സ് അവരുറപ്പായാലും നിങ്ങളെ അട്ടിച്ച് തോൽപ്പിച്ച് എന്നെ രക്ഷിക്കും. ഉടനെ ബോസ് ആണെങ്കിൽ അവന്റെ സബോർഡിനേറ്റ്സിനോട് അവളെ പിടിച്ചു വെക്കാൻ പറയും. അതിനുശേഷം അവൻ തന്നെ ആ ഒരു കോളർ അത് അവളുടെ കഴുത്തിൽ അണിയിക്കാൻ അവളുടെ അടുത്തേക്ക് വരികയാണ്. ബോസ് ആ ബെൽറ്റ് അത് ഓൾമോസ്റ്റ് അവളുടെ കഴുത്തിലിടാനായിട്ട് അടുത്തെത്തും. പക്ഷെ അപ്പോഴേക്കും അവൻ എന്തോ സംഭവിച്ച് താഴേക്ക് വീഴും. ഉടനെ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ഇപ്പോ സെല്ലിൽ ഒരു ജയന്റിനെ കാണിക്കും. അവനാണെങ്കിൽ അടുത്തുണ്ടായിരുന്ന ഒരു അപ്പാപ്പനോട് ചോദിക്കും, നിങ്ങളല്ലേ അക്കിയ എനർജി ഉപയോഗിച്ച് ആ ബോസിനെ തകർത്ത് താഴെയിട്ടത്? അതിനവൻ പറയും, ഞാനൊന്നും അല്ല, ഞാനൊരു പാവപ്പെട്ട അപ്പാപ്പനാണ്. ഷിപ്പുകൾക്ക് കോട്ടിംഗ് കൊടുക്കുന്ന ജോലിയാണ് എനിക്ക്. അവനാണെങ്കിൽ ഒരു ബോട്ടിൽ ലിക്കർ എടുത്ത് അടിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് അവനെ കാണിക്കും, ഞാനാണ് പൈററ്റ് കിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ്. ഇവ മറ്റാരുമല്ല, നമ്മുടെ ആൾക്കാർ അന്വേഷിക്കുന്ന ആ ഒരു കോട്ടിംഗ് കൊടുക്കുന്ന സിൽവർ റെയിലി.
അങ്ങനെ അവൻ വെള്ളമൊക്കെ അടിച്ച് ക്യാഷ്വലായിട്ട് ആ സെല്ലിൽ ഇരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.